നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 യൂറോപ്യൻ വമ്പന്മാരായിട്ടുള്ള ഇന്റർ മിലാന്, ചാമ്പ്യൻസ് ലീഗിലെ റണ്ണേഴ്സപ്പ് ആയിട്ടുള്ള ഇന്റർ മിലാന്, ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലൂമിനൻസ് ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചല്ലോ. ആ കളിയിലെ ആദ്യ ഗോൾ നേടിയത് ജർമ്മൻ കാനോയായിരുന്നു. യെസ്, മൂന്നാമത്തെ മിനിറ്റിൽ തന്നെ ഇന്ററിൻ്റെ വലയിലേക്ക് പന്തെത്തിച്ച ജർമ്മൻ കാനോ. അദ്ദേഹം ബ്രസീലിയൻ ടീമിൻ്റെ മുന്നേറ്റത്തിലെ ആ വജ്രായുധം യഥാർത്ഥത്തിൽ അർജന്റീനക്കാരനാണ്. 37കാരനായിട്ടുള്ള ജർമ്മൻ കാനോ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്ന് അർദ്ധരാത്രി നടന്ന മത്സരത്തിൽ ഫ്ലുമിനൻസിനായിട്ട് ജേഴ്സി അണിഞ്ഞപ്പോൾ 200ാമത്തെ മത്സരമാണ് ബ്രസീലിയൻ ക്ലബിനായിട്ട് കളിക്കുന്നത്. 200ാമത്തെ മത്സരം, ഒരു മൈൽ സ്റ്റോൺ മാച്ച്. ആ കളിയിൽ അദ്ദേഹം ഗോളടിക്കുകയും ചെയ്തു. 200 കളികളിൽ അദ്ദേഹം 179 മത്സരങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 106 ഗോളുകളും 13 അസിസ്റ്റുകളും. യെസ്, ബ്രസീലിയൻ ക്ലബിനായിട്ട് അർജന്റീനക്കാരൻ്റെ മികച്ച സംഭാവന. ഓരോ 129 മിനിറ്റുകളിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. 53% ബിഗ് ചാൻസുകൾ അദ്ദേഹത്തിൻ്റെ കൺവേർഷൻ റേറ്റ്. 570 ഷോട്ടുകൾ അദ്ദേഹം ഈ മത്സരങ്ങൾ ഉയർത്തതിൽ 249 എണ്ണവും ഓൺ ടാർഗറ്റിലേക്കായിരുന്നു. അതായത് ബ്രസീലിയൻ ടീമിൻ്റെ മുന്നേറ്റത്തിലെ വജ്രായുധമാണ് ഈ അർജന്റീനക്കാരൻ എന്ന് തന്നെ പറയേണ്ടി വരും. 37കാരനായിട്ടുള്ള ജർമ്മൻ കാനോ. അദ്ദേഹം ലാനൂസിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കളി ആരംഭിക്കുന്നത്. പിന്നീട് വ്യത്യസ്ത ക്ലബ്ബുകൾക്കൊക്കെ കളിച്ചു. അതിനുശേഷം വാസ്കോ ഡ ഗാമയിൽ 2020 ബ്രസീലിയൻ ലീഗിൽ കളിച്ചിട്ട് 2022 അദ്ദേഹം ഫ്ലുമിനൻസിലേക്ക് ചേക്കേറുന്നത്. ഏതായാലും അർജന്റീൻ ദേശീയ ടീമിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലെങ്കിലും മിന്നും പ്രകടനം നടത്തുന്ന അർജന്റീൻ സ്ട്രൈക്കർമാരുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടുത്തുന്ന കളിക്കാരനാണ് ജർമ്മൻ കാനോ. ഇനി കാനോ മാത്രമല്ല, ഈ ബ്രസീലിയൻ ക്ലബിൻ്റെ മുന്നേറ്റത്തിൽ ജോൺ അരിയാസിനെ കൂടി പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹവും ബ്രസീലുകാരനല്ല, കൊളംബിയക്കാരനായിട്ടുള്ള അരിയാസാണ് അവരുടെ മുന്നേറ്റങ്ങളുടെ ചുക്കാൻ പിടിക്കുന്നത്. ഇപ്പോൾ ഇന്നലത്തെ കളി തന്നെ നോക്കുക. ഏറ്റവും അധികം കീ പാസുകൾ കൊടുത്തത് അരിയാസാണ്, 4 എണ്ണം. കളിയിൽ ഏറ്റവും അധികം കീ പാസുകൾ. ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബിളിങ്ങുകൾ ഈ കളിയിൽ നടത്തിയത് ജോൺ അരിയാസാണ്, 3 എണ്ണം. ഏറ്റവും അധികം ഗ്രൗണ്ട് ഡ്യുവൽസ് വിൻ ചെയ്തത് ജോൺ അരിയാസാണ്, 7 എണ്ണം. അതുപോലെ തന്നെ ഏറ്റവും അധികം ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ഉയർത്തിൽ അദ്ദേഹം ജോയിൻറ്റ് മോസ്റ്റ് ഷോട്ട് ഓൺ ടാർഗറ്റ് 2 എണ്ണം, ജോയിൻറ്റ് മോസ്റ്റ് ആക്യുറേറ്റ് ക്രോസസ് 2 എണ്ണം, ജോയിൻറ്റ് മോസ്റ്റ് ഫൗൾ സഫേർഡ് 3 എണ്ണം. അങ്ങനെ ഫ്ലുമിനൻസിൻ്റെ മെയിൻ മാൻ അത് കൊളംബിയക്കാരനായിട്ടുള്ള ജോൺ അരിയാസാണ്. ഏതായാലും ബ്രസീലിയൻ ക്ലബ്ബ് ഇതാ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.